ഡേയ്സ് ഓഫ് ഓണം. അപ്പം ഇനി ഓണത്തിന് 7 ദിവസം കൂടി ഉണ്ട്. പിന്നെ ഓണസദ്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇഞ്ചിപ്പുളി ഉണ്ടാക്കിയാലോ? ഇഞ്ചിപ്പുളി പുളിയിഞ്ചി പോലെ അല്ല കേട്ടോ. പുളിയിഞ്ചിക്ക് നല്ല മധുരം ഉണ്ടാവും, ഇഞ്ചിപ്പുളിക്ക് കുറച്ച് മധുരം. പക്ഷെ പുളി നന്നായിട്ട് ചേർത്ത് ഉണ്ടാക്കുന്ന റെസിപ്പി. അതിനുവേണ്ടി ജിഞ്ചർ ഒന്ന് പീൽ ചെയ്ത് ആദ്യം നമുക്ക് ഇഞ്ചി ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അത് കൊത്തി എരിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വറുത്തിട്ട് പൊടിച്ചൊക്കെ എടുക്കും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുന്നത്. ശരിക്കും നമ്മളിങ്ങനെ കൊത്തി എരിയും തോറും ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് വരും. ഇങ്ങനെ കൊത്തി അരിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് നീര് ഒന്ന് പിഴിഞ്ഞ് കളയണം. അമ്മ എപ്പോഴും പറയണ ഈ ഇഞ്ചിക്കൊരു കട്ടുണ്ട്, അതുണ്ടെങ്കിൽ ഈ ഇഞ്ചിപ്പുളി ഉണ്ടാക്കുമ്പോഴേ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നീര് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. 1-2 പ്രാവശ്യം ഇതേപോലെ നീര് കളഞ്ഞെടുത്താൽ മതി. ഒരു പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കി ഇഞ്ചി അതിലേക്ക് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകില്ല കേട്ടോ. കരിഞ്ഞു പോവാതെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ വരെ ഒന്ന് വറുത്ത് എടുക്കാം. ഇതിപ്പോൾ വറുത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോഴേ ഓയിൽ കുറച്ച് ബാക്കി അതിൽ വരും. അങ്ങനെ വരുവാണെങ്കിൽ നമുക്കൊന്ന് പാൻ ചരിച്ച് വെച്ചിട്ട് കോക്കനട്ട് ഓയിൽ താഴെ വന്ന് കിടപ്പുണ്ട്. ഒരു ഫിൽറ്റർ കൂടെ അരിച്ചെടുത്ത് മാറ്റി വെച്ചാൽ കടുകൊക്കെ വറുക്കുമ്പം ഈ ഓയിൽ യൂസ് ചെയ്യാം. ചെറിയ ഉള്ളി, ഗ്രീൻ ചില്ലി, കറി ലീഫ് അതേപോലെ അരിഞ്ഞ് കടുക്, മുളകൊക്കെ എടുത്ത് വെച്ചു. ഇതാണ് ഇതിന് ആവശ്യമുള്ള മസാല. കുറച്ച് ജാഗ്രി, ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് പുളി ഒന്ന് സോക്ക് ചെയ്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ കൊന്തൊക്കെ കളഞ്ഞിട്ട് ഫിൽറ്റർ കൂടെ ഒന്ന് ഫിൽറ്റർ ചെയ്ത് അരിച്ച് മാറ്റി വെക്കാം. ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ടാമറിൻ വാട്ടറൊക്കെ റെഡിയായി. ഇനി ഒരു പാനിൽ കോക്കനട്ട് ഓയിൽ ചൂടാക്കി കടുക്, മുളക്, ചെറിയുള്ളി അരിഞ്ഞത്, കറി ലീഫ്, ഗ്രീൻ ചില്ലി ഒക്കെ ഇട്ട് ഒന്ന് വറുത്ത് കടുകൊക്കെ പൊട്ടി വറുത്ത് വന്ന ശേഷം നമ്മൾ എടുത്ത് വെച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ച് ഉലുവ ഒന്ന് വറുത്ത ശേഷം ടർമറിക് പൗഡർ, കാശ്മീരി ചില്ലി അതുകൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമ്മൾ എടുത്ത് വെച്ച് ടാമറിൻ വാട്ടറില്ലേ, പുളിവെള്ളം അതല്ലേ ഒഴിച്ചു കൊടുക്കാം. ശേഷം ശർക്കര, ജാഗ്രി അതിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് സാൾട്ടും ഇട്ട് ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ജിഞ്ചർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി അതിൽ കിടന്ന് കുക്ക് ചെയ്ത് വരണം. വെള്ളം കൂടിപ്പോയത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുക്ക് ചെയ്ത് വരുംതോറും അതിൻ്റെ വെള്ളം കുറഞ്ഞു വരും. കണ്ട ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ് ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് ഓഫ് ചെയ്ത് കൂൾ ചെയ്യാൻ വെക്കാം. കൂൾ ചെയ്ത് വരുംതോറും കുറച്ചുകൂടി വെള്ളമൊക്കെ കുറഞ്ഞു വരും. കണ്ട ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയി. നമ്മൾ ഇലയിലൊക്കെ സദ്യക്കോ വിളമ്പി കൊടുക്കണ്ടോ ഇതേപോലെ ഇരിക്കണം. അടിപൊളി റെസിപ്പിയാണ്. അതിന് ശേഷം ബൈനൽ എടുത്ത് വെച്ച് ഓണം ആകുമ്പോഴത്തേക്ക് റെഡി ആയിട്ടിരിക്കും.